ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒത്തിരി തെറിപ്പിക്കാതെ വളരെ സംക്ഷിപ്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നുള്ളതല്ല, അതെങ്ങനെ പഠിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഒരു പഠനത്തിൻ്റെയും പഠിപ്പീരിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന്. നമ്മൾ വ്യാഖ്യാനം എന്ന് പറയുന്ന വിഷയമുണ്ട്. ഇത് തന്നെ ഒരു വിശാലമായ ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിച്ച് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു അവരുടെ സഭയിൽ ഈ വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല, ഈ കാലത്തെ ചെറുപ്പക്കാർ എല്ലാവരും അല്ലെങ്കിൽ ഒരുപറ്റ ആൾക്കാർ വളരെ ഗൗരവത്തോടെ വചനം പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും പറയാം ബ്രദറുകാർക്ക് ഇനിയും ശുഭാപ്തിയില്ല, എല്ലാ പിള്ളേരും വീഴും, അങ്ങനൊന്നും ഇല്ല കേട്ടോ. കുറച്ചുപേരൊക്കെ പോകുന്നുണ്ട്. യാഥാർത്ഥ്യമാണെങ്കിലും there are a group of young people. അവർ വളരെ ഗൗരവത്തോടെ വചനത്തെ കാണിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വളരെ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ വചനം പഠിക്കാറുണ്ട്. അവർ വ്യക്തിപരമായിട്ട് ഇടപെടാറുണ്ട്. അവർ വ്യക്തിപരമായി പഠിക്കാനുള്ള പുസ്തകങ്ങളും സാഹചര്യങ്ങളും സഹായങ്ങളും തേടാറുണ്ട്. അത് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ആൾക്കാർ പറയുന്ന പോലെ നമുക്കിനി ആരില്ല എന്നങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് ക്രിയാത്മകമായി തന്നെ അതിനെ കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആ നിലയിൽ നമ്മുടെ സഭകളിലൊക്കെ ഒരു വചന പഠന അന്തരീക്ഷവും ഒരുക്കുവാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഈ സ്ഥലസഭയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു ക്രമീകൃതമായ പഠനം ഈ നാളുകളിൽ അന്യം നിന്ന് പോയിരിക്കുകയാണ്. ക്രമീകരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ വചന നിശ്ചയം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതില്ല. അതിലേക്കൊരു തിരിച്ചു വരവാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ. അതിന് ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് ഇത് അവസാനത്തെ ക്ലാസ് ആണല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എളിയവനെ വിളിച്ചതിനും നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ച വിഷയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നമുക്കിങ്ങനെ പറയാം. ഒന്ന്, നമ്മൾ കണ്ടത് വെളിപ്പാട് എന്നുള്ളതാണ്. വെളിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തുടങ്ങി മനുഷ്യൻ വരെയുള്ള ഒരു പ്രക്രിയ. ദൈവം തന്നെക്കുറിച്ചും തൻ്റെ പദ്ധതികളെക്കുറിച്ചും എന്ത് ചെയ്തു? മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. അതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഈ വെളിപ്പാടുകൾ കിട്ടിയ മനുഷ്യനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് എഴുതി വെപ്പിച്ചു. അങ്ങനെ എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സമ്പൂർണമായി നിയന്ത്രിച്ചതിനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവർ എഴുതിയ ആ പ്രക്രിയയാണ് എന്ന് പറയുന്നത് ദൈവശ്വാസീയത ഇല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ദൈവശ്വാസീയമായിട്ട് അത് എഴുതിയതാണ്. ഇത് ദൈവശ്വാസീയമായിട്ട് എഴുതിയതായതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടു. ഇതിൽ തെറ്റുമില്ല. ഇത് ആധികാരികമാണ്. അപ്പം ദൈവിക വെളിപ്പാട് അത് ദൈവം തൊട്ട് മനുഷ്യൻ വരെയാണെങ്കിൽ ഈ ദൈവശ്വാസീയത എന്ന് പറയുന്ന മനുഷ്യൻ തൊട്ട് എവിടം വരെ ഉള്ളതാണ്? പേപ്പർ വരെ ഉള്ളതാണ്. ഈ പേപ്പറിൽ എഴുതി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ആധികാരികമേ വചനം ഇന്ന് ഒരുവൻ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ സഹായിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ആത്മപ്രകാശനം എന്ന് പറയുന്നത്. ആത്മപ്രകാശനം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് എന്ത് ചെയ്യുന്നതല്ല, നിരക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഈ ഫറവോന്റെ കാര്യം പറഞ്ഞതുപോലെ സാംസ്കാരികമായ ചില കാര്യങ്ങൾ നമ്മുടെ സംസ്കാരവുമായിട്ടും ചരിത്രപരമായ വിഷയവും ഭാഷാപരമായ വ്യതിയാനങ്ങൾ നിമിത്തവും ദൈവശാസ്ത്രപരമായ വ്യത്യാസം നിമിത്തവും ഒത്തിരി വ്യതിയാനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താവശ്യമാണ്? വ്യാഖ്യാനം ആവശ്യമാണ്. വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകത നമ്മൾ കണ്ടത് ഒറിജിനൽ എഴുത്തുകാരും ഈ ആധുനിക വായനക്കാരും തമ്മിൽ എന്തുണ്ട്? വലിയ അന്തരമുണ്ട്. ഞാൻ പറഞ്ഞു 1600 വർഷങ്ങളുടെ കാലാന്തരങ്ങൾ കൊണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളും സംസ്കാരങ്ങളുമുള്ള ആൾക്കാരെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതി തീർന്നിട്ട് പോലും ഇപ്പോൾ ഏതാണ്ട് 2000-ഓളം അധികം വർഷങ്ങൾ, 1900-ഓളം വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമുള്ള ഒരു സാഹിത്യ ഗ്രന്ഥമാണ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കും സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കും കടന്നു ചെന്നു മാത്രമേ നമുക്ക് ബൈബിൾ യഥാർത്ഥമായി വ്യാഖ്യാനിക്കുവാൻ സാധിക്കുള്ളൂ. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ കാലഘട്ടത്തിൽ ഇത് കുറച്ച് ഈസിയാണ്. കാരണം നമുക്ക് എല്ലാം വിരൽ തുമ്പിലാണ്. നമ്മുടെ നെറ്റും ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ബൈബിൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഈ ലൈബ്രറി ഉണ്ട്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ബൈബിളിൻ്റെ ഒരു ചാറ്റ് GTP അല്ലെങ്കിൽ ഡീപ് സീക്ക് ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഒന്ന് എഴുതി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും. അല്ലെങ്കിൽ അറിയത്തില്ല, വെരിഫൈ ചെയ്യാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഒരാൾക്ക് അറിയണമെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടിയും മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്നൊക്കെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗൗരവമായി പഠിക്കുന്നവർക്ക് എന്തുണ്ട്?
അനന്തമായ സാധ്യതകളുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ച സമയത്ത് പുസ്തകങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നു. ഏതൊക്കെ ലൈബ്രറിയിൽ പോകണം. ഇപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വിരൽ തുമ്പിൽ കിട്ടും. ഈ സാധ്യതകളെല്ലാം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് യുവാക്കളായ ആൾക്കാർ ഈ സാധ്യതകൾ ഉപയോഗിച്ച് ദൈവവചനം പഠിക്കുവാൻ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഇവൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് വ്യാഖ്യാനം ആവശ്യമാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു, വ്യാഖ്യാനത്തിന് ചില പ്രമാണങ്ങളുണ്ട്. കോണ്ടസ്റ്റിലായിട്ട് വ്യാഖ്യാനിക്കണം, ചരിത്രപരമായി വ്യാഖ്യാനിക്കണം, കൾച്ചറൽ കോണ്ടസ്റ്റിൽ വ്യാഖ്യാനിക്കണം. അങ്ങനെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഒത്തിരി ഉണ്ട്. പഠിതാക്കൾക്ക് വേണ്ടി പറയാം, റോയി ബി സക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒതൻറ്റിക് പബ്ലിക്കേഷൻ, അതായത് OM പബ്ലിക്കേഷൻ്റെ ഒരു പുസ്തകമുണ്ട്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്നൊരു പുസ്തകം. ആ പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഭാഷാ സ്വാതന്ത്ര്യം ഉള്ളവർക്ക്, ഒരു ഗൗരവമായി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുസ്തകം വലിയ ഇന്ത്യൻ പ്രിൻ്റ് ആയതുകൊണ്ട് വലിയ വിലയില്ലാതെ 500 രൂപ താഴെയിൽ ആ പുസ്തകം വായിച്ച് നിങ്ങൾക്ക് വായിക്കാവുന്ന, എനിക്ക് ഓൺലൈനിൽ നോക്കിയാൽ ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കുവാൻ കർത്താവ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഏതാണ്ട് ധാരണ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആരും വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ വെളിപാടാണെന്നും എന്തോ പുതിയ കാര്യം പറഞ്ഞെന്ന് ആരും പറയരുത്. ദൈവശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചാൽ അതെന്തോ ഒരു ശാസനയാണെന്നും പറഞ്ഞു കളയരുത്. ദൈവശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യം തെറ്റുകൂടാതെ ഇരുന്നു പരിശുദ്ധാത്മാവ് സഹായിച്ചതാണ് എന്ന് നമ്മുടേതായ ഡെഫിനിഷൻ അതേപടി പഠിക്കേണ്ട. അതിൻ്റെ ആശയം, കണ്ടന്റ് നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ആശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനപ്പാടമാക്കണ്ട. ഇനിയും ദൈവ ആധികാരികം, ദൈവത്തിന് ആധികാരികമാണ്. തെറ്റില്ലായ്മ എന്ന ബൈബിൾ തെറ്റില്ല. ഇനി ആത്മപ്രകാശനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നത്, മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. വ്യാഖ്യാനം എന്തുകൊണ്ടാണ് ആവശ്യം? എഴുത്തുകാരും നമ്മളും തമ്മിൽ അന്തരമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അന്തരങ്ങളാണ്? ഭാഷാപരമായി, സാംസ്കാരിക, ചരിത്രപരമായി, ഭൂമിശാസ്ത്രപരമായി, ദൈവശാസ്ത്ര വ്യത്യാസം ഉള്ളതുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഏതാണ്ട് ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും ഈ ഓരോ വിഷയങ്ങളും എന്ത് ചെയ്യാന്നറിയാമോ? ഈ വെളിപ്പാടെന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് തന്നെ 10 ക്ലാസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് രൂപരേഖ തരികയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളവർക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് ഇത്രയും മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ് വേറെ കാര്യങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഈ ക്യൂരിയസ് ആയി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡീപ്പായിട്ട് ആ വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനിയും ചില കാര്യങ്ങൾ പ്രായോഗികമായിട്ടും കൂടെ ഒന്നാമത് നമ്മൾ ബൈബിളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാന സത്യം. ഇനിയുള്ള കാര്യങ്ങൾ അധികം വിവരിക്കുവാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് വടവടാന്ന് നമ്മൾ പറഞ്ഞു പോകും. 2, ദൈവവചനത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരൂപങ്ങൾ ഇല്ലെങ്കിൽ ചില സിംബൽസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ വചനത്തെ ചിലതിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവവചനം എന്താണ്? ഇരുവായി തലയുള്ള 2 വശവും മൂർച്ചയുള്ള വാളാണ്. ഇപ്പോഴത്തെ കാലത്ത് ചില ഗുണ്ടകളൊക്കെ വേണം കുത്തിട്ട് ഒറ്റ കറക്കാം. അമ്മ അവൻ്റെ കൂടൽ സഹിതം എസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അമ്മാതിരി ഒരു കത്തി. എന്നാൽ 2ഇടത്തും ഇത് കൊള്ളും. അമ്മാതിരി കത്തിയാണ്. അപ്പം ഇരുവായ്ത്തലയുള്ള വാളാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ആളെയും കൊള്ളുന്ന ആൾക്കും ഒരുപോലെ എന്ത് ചെയ്യുന്നതാണ്? ഏക്കുന്നതാണ്. പെട്ടെന്ന് റെഫറൻസും കാര്യങ്ങളും മാത്രം എഴുതിയാൽ മതി, വിശദീകരണം ഞാൻ പറയില്ല. 2, ഇത് ആത്മാവിൻ്റെ വാളാണ്. എഫീസ് ലേഖനം 6:17. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളും. ഇനി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. ഇതിന് സാംസ്കാരിക കോണ്ടസ്റ്റ് ഒന്നുമില്ല, ലിറ്റററി കോണ്ടസ്റ്റാണ്. ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്നാണെന്നറിയാവോ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്നതാണ്? ശക്തിപ്പെടണം. ഒരു വിശ്വാസി ഒരു പോർക്കളത്തിലാണ്. പോർക്കളത്തിൽ ആയിരിക്കുന്ന ഒരു പട്ടാളക്കാരനായ വിശ്വാസി ഉപയോഗിക്കേണ്ടുന്ന സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ഒരു പടയാളി എന്നുള്ള നിലയിൽ അദ്ദേഹം ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങളും ഉപയോഗിക്കേണ്ടുന്ന ആയുധങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സർവായുധ വർഗം അവിടെ പറഞ്ഞു വരുമ്പോൾ 2 തരം വെപ്പൺസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? ഡിഫൻസീവ് വെപ്പണുമുണ്ട്, ഒഫൻസീവ് വെപ്പണുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ സ്വയ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം. അതാ വാളും പരിചയം. പരിചയം എന്താണ്? ഡിഫൻസീവ് എന്ന് പറയുന്നത് വെട്ട് കൊള്ളാതിരിക്കാൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി കൊള്ളാതിരിക്കാനായിട്ട്. പിന്നെ ഇവന്റെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, തോക്ക്. അതിനെതിനാണ് അത് തിരിച്ചു വെടിവെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഡിഫൻസീവായ ഒത്തിരി ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഒരേ ഒരു ആയുധം മാത്രമേ വിശ്വാസിക്ക് ഒഫൻസീവായിട്ട് ഉപയോഗിക്കാൻ. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ്.
ചില സ്ഥലങ്ങളിൽ ഇത് ഒഫൻസീവ് അക്ഷരികമായിട്ട് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, എന്നെ അങ്ങനെ കൊടുത്ത എൻ്റെ ബൈബിള് ബൈൻഡിട്ട് അതിൻ്റെ പെടലേക്ക് കീറിക്കളയും. അങ്ങനെ ഉപയോഗിക്കാനുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാൾ. നമ്മളെ ശത്രു പരീക്ഷണത്തിൽ പരാജയപ്പെടുത്തുവാൻ വരുമ്പോൾ ശത്രുവിനെതിരെ ഉപയോഗിക്കുവാനുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനമാകുന്ന വാളാണ്. ഈ വാൾ ഉപയോഗിച്ചാണ് കർത്താവ് ശത്രുവിനെ എന്ത് ചെയ്തത്? പരാജയപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആയുധങ്ങൾ എന്നുള്ളതല്ല, ജഡരക്തങ്ങളോട് കൂടിയ ആയുധങ്ങളല്ല. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ട് ആത്മീക പോർക്കളത്തിൽ വിജയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ വാള് ഉപയോഗിക്കണം. ഇത് ആത്മാവിൻ്റെ വാള് കയ്യിലിരുന്നാൽ മാത്രം പോരാ, അതെന്തിനും അറിയണം, ഉപയോഗിക്കാൻ അറിയണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ പത്രോസ് വെട്ടിപോലിരിക്കും. ചെവി മാത്രമേ, കാരണം മീൻവെട്ടുകാരനാണല്ലോ, ബുക്കുവാനല്ല, അവൻ ആ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം എടുത്ത് ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ അറിയണം. ചിലർക്ക് വചനം അറിയാം, പക്ഷെ അത് ഉപയോഗിക്കേണ്ട എവിടെ എങ്ങനെയെന്ന് അറിയാം, അസ്ഥാനത്ത് കയറി ഉപയോഗിക്കും. അതുകൊണ്ട് ബൈബിൾ ഉപയോഗിക്കേണ്ടുന്നത് ആത്മാവിൻ്റെ വാളെന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കി ഉപയോഗിക്കണം. ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. 2, ആത്മാവിൻ്റെ വാളാണ്. 3, ദൈവവചനം തീയാണ്. യെരമ്യാവിൻ്റെ പ്രവചനം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ വചനം തീയാണ് എന്ന് പറഞ്ഞാൽ പശ്ചാത്തലം എന്താണെന്നറിയാവോ? യെരമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം, യെരമ്യാവിൻ്റെ പശ്ചാത്തലം വടക്കേ രാജ്യം അസീർ അടിമത്തത്തിലേക്ക് പോയി തെക്കേ രാജ്യത്തെ ബാബിലോണിയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ നെബൂഖദ്നേസറിന്റെ മകനായ നെബൂഖദ്നേസർ യെരൂശലേമിനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് മുമ്പ് യെരമ്യാവിനെ യെരൂശലേമിലേക്ക് അയച്ച ദൈവജനത്തിന്റെ മാനസാന്തരത്തേക്ക് പറയുകയാണ്, മാനസാന്തരപ്പെട്ടില്ല നിങ്ങൾ എങ്ങോട്ട് പോകും? ബാബിലോൺ അടിമത്തത്തിലേക്ക് എന്ന ന്യായവിധിയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കൊരു ന്യായവിധി ഉണ്ടാകാൻ പോകും. ദൈവത്തിന്റെ വചനം ഇത് തീയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, വാക്യത്തിനല്ല, അതിൻ്റെ കോണ്ടക്സ്റ്റൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ എടുത്ത് വേറെന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് അവകാശമില്ല. ഇവിടെ തീ എന്ന് യെരമ്യാവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഇത് നമ്മളെ ന്യായം വിധിക്കുന്നതാണ്. ദൈവവചനത്തിന് ന്യായവിധിയുണ്ട്. യെരമ്യാ പ്രവാചകൻ അരനൂറ്റാണ്ട് പറഞ്ഞു, ആരും കേട്ടില്ല. പക്ഷെ പ്രസംഗം എന്ത് ചെയ്തില്ല? നിർത്തിയില്ല. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു, ഉപദേശം ഞാൻ ഈ കേരളത്തിൽ പ്രസംഗം നിർത്താൻ പോവാം. പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാർ മാനസാന്തരപ്പെടുന്നുണ്ട്, ഗുണമുണ്ട്, ദൈവദിനത്തിൻ്റെ കേൾക്കാൻ വിശ്വാസിക്ക് താല്പര്യമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മതബുദ്ധിക്കാരാ. അപ്പം ഞാൻ പറഞ്ഞു, ശരിയാ, ഇതൊക്കെ എനിക്കും ഇടയ്ക്ക് തോന്നിയത്. പക്ഷേ കർത്താവ് പറഞ്ഞു ഇവരോട് പറയണം, കേട്ടാലും ഇല്ലെങ്കിലും ഇവരോട് പറയണം. നിങ്ങൾ ഈ പശ്ചാത്തലമൊക്കെ ഒത്തിരി പറയേണ്ടതാണ്, ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. ഒന്നെങ്കിൽ ഈ വചനം നമുക്ക് അനുഗ്രഹമാണ്, ഇല്ലെങ്കിൽ എന്താണ്, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഈ വചനമൊക്കെ പഠിക്കാൻ നല്ലതായിരുന്നു. ഇത് വേറൊരു കാര്യം, ഇത് നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്കിത് പഠിപ്പിക്കുന്നവൻ അധികം ശിക്ഷയാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ അധികം പേര് എൻ്റെ ആകരുത്, ഉപദേഷ്ടാക്കന്മാരാകരുത്, ഇരട്ടി ശിക്ഷയാകും. ഞാൻ പറഞ്ഞത് ഗൗരവമുള്ളൊരു കാര്യം. ദൈവവചനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ആരാധനയ്ക്ക് ഇന്ന് വചനം കേട്ടില്ല രാവിലെ ഇരുന്നു, ഇവിടെ എവിടെ ആയിക്കോട്ടെ, ഇത് കേട്ടനുസരിച്ച് അനുഗ്രഹ. ഇതിന് മറുതലിച്ചു പോയിട്ടുണ്ടോ? ആരും ശുഭകരമായിട്ട് പോയിട്ടില്ല. കാരണം ഇത് ആരുമായിട്ട്, ഇത് ഇന്ന് പ്രശ്നം ഉപദേശി മൂപ്പനൊന്നല്ല അവിടുത്തെ വിഷയം. ഇത് ആരുടെ വചനമാണെന്നുള്ളതാണ് വിഷയം. ഇത് ദൈവമാണ് നമ്മളോട് സംസാരിച്ചത്. ആ വചനത്തോട് അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. മറ്റൊരു കാര്യം, നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലേ? ചുറ്റികയാണ് ഈ പാറ എന്ന്. ഇനിയും ഇതിന്റെ പശ്ചാത്തലം ഇതും അത് തന്നെയാണ്. ദൈവവചനം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയം കടുകട്ടിയായി മാറരുത്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഏത് കടും ഹൃദയത്തെയും ഇതെന്ത് ചെയ്യുന്നതാണ്? തകർക്കുന്നതാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാതെ പോകുന്നൊരുത്തൻ ചില സന്ദർഭത്തിലായിരിക്കും തകർന്ന് കരയും, അവൻ തകരും. കാരണം ദൈവവചനത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. നമ്മൾ വേറെ എന്ത് പ്രക്രിയ കാണിച്ചാലും ഒരുത്തൻ അനുതാപത്തിലേക്ക് നയിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവിനാൽ ഹൃദയങ്ങളിൽ വന്ന് തറച്ചാൽ
അതിന് നമ്മൾ തകരപ്പെടും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ദൈവവചനം കേട്ട് ഹൃദയത്തിൽ അടികൊണ്ട് കരഞ്ഞിട്ട് കാലം എത്രയായി? ഉത്തരം പറയണ്ട, ചോദിച്ചാൽ മതി ഹൃദയത്തോട്. ഞാൻ ഈ ദൈവവചനം കേട്ടിട്ട് കരഞ്ഞിട്ട് കാലം എത്രയായി? വ്യക്തിപരമായ ചോദ്യം, ഉത്തരം പറയേണ്ട ആരും. ഒന്ന് ശോധന ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥത്തോട് പറയാം, ഞാൻ ദൈവദാസൻ ഒരു 10-25 വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ ആൾക്കാരൊന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം വളരെ റെയറായിട്ട് കാണാറുണ്ട്. കണ്ണുനീരൊക്കെ അപ്രതീക്ഷിതമായി, കാരണം മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ 2 സഹോദരന്മാരും പ്രശ്നമായിരുന്നു. എഴുന്നേറ്റ് രണ്ടുപേരും കരഞ്ഞ്, സഹോദര എല്ലാ വിശ്വാസികളും മുമ്പാകെയാണ്, സഹോദര കുറേ നാളായിട്ട് ഞാൻ നിന്നോട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് സഭയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചില മുഹൂർത്തങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഹൃദയം കഠിനപ്പെട്ടത് കൊണ്ട് ദൈവവചനം ശക്തമായി ഹൃദയത്തിൽ പ്രഹരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കേട്ടതുപോലെ മനസാക്ഷി മരവിച്ചവരായിത്തീരുന്നു. ദൈവവചനം ഏത് കഠിന ഹൃദയത്തെയും തകർക്കുന്ന പാറയാണ്. നമ്മുടെ ഹൃദയങ്ങൾ പാറയായി തീർന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തകർക്കുവാൻ, ദൈവവചനത്തും ഭാഗം തകരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഈ വിഷയങ്ങളൊക്കെ താത്വികമായി ഇത്രയും കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് ദൈവത്തിൻ്റെ വചനം, ഇത് ചില്ലറ കാര്യമല്ല. ഈ വചനത്തിന് മുമ്പാകെ ഇതൊരു ചുറ്റികയാണ്, എൻ്റെ ഹൃദയത്തെ തകർക്കുന്നതാണെന്ന് ബോധ്യമായി ചുറ്റിക, ദൈവവചനമാകുന്ന ചുറ്റികയ്ക്ക് തകർക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. 5-ാമത്തെ കാര്യം ശുദ്ധീകരിക്കുന്ന ജലമാണ്. എഫേസ്യ ലേഖനം 5:26 അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും. പശ്ചാത്തലം ആരെക്കുറിച്ച് പറയുന്നതാണ്? ദൈവസഭയെക്കുറിച്ച് പറയുന്നതാണ്. അവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. സഭയെ, അവളെ എന്ന് പറഞ്ഞാൽ സഭയെ ശുദ്ധീകരിക്കുന്ന എങ്ങനെയാണ്? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പോൾ ഒരു സഭ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ വചനത്താൽ എന്തുണ്ടാകണം? കഴുകലുണ്ടാകണം. നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുന്നതിലൂടെ നടക്കേണ്ടുന്ന കാര്യം കുറച്ച് അറിവുകൾ പ്രാപിച്ച് മാത്രം മടങ്ങിപ്പോവുകയല്ല, മറിച്ച് കഴുകലുണ്ടാകണം. നമ്മൾ ഒരു സഹോദരിമാർക്കറിയാം, ഒരു പാത്രം ഏറ്റവും കൂടുതൽ വിശുദ്ധമാകുന്നപ്പോൾ എത്ര പ്രാവശ്യം നല്ല വെള്ളം ഒഴിക്കാമോ അത്രത്തോളം എന്തായിത്തീരും? ശുദ്ധമായിക്കൊണ്ടേയിരിക്കും. ദൈവവചനം എത്രത്തോളം നമ്മൾ കേൾക്കുന്നുവോ, ആ വചനത്താൽ കഴുകപ്പെടുന്നുവോ, അത്രത്തോളം നമ്മളും എന്തായിത്തീരും? ശുദ്ധരായിത്തീരും. അത് പ്രാദേശിക സഭയാകട്ടെ, വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ഈ വചന കേൾവിയും പഠനവും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മുഖാന്തരമായി തീരട്ടെ. ദൈവവചനത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. 6, ഇത് ദൈവത്തിന്റെ വചനം ദീപമാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യത്തിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. ആത്മപ്രകാശനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സൗരം ദൈവിക നടത്തിപ്പ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കുറിയിട്ട് കണ്ടെത്തുന്നതല്ല ദൈവത്തിന്റെ നടത്തിപ്പ്. ദൈവഹിതം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചനത്തിന് വിരോധമായ ഒരു നടത്തിപ്പ് ഉണ്ടാകില്ല. ദൈവവചനം ഒരു പ്രമാണം പറയുകയാണ്, ആ പ്രമാണത്തിനെതിരായിട്ട് ഒരാൾ എനിക്ക് ദൈവത്തിന് ഇങ്ങനെ നടത്തിപ്പ്, അത് തെറ്റാ, നിന്റെ കുഴപ്പമാണ്. ദൈവവചനത്തെ തെറ്റുപറ്റത്തില്ല. എന്നോടുണ്ടെന്ന് വിചാരിക്കുക. ഇനി മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ചിലത് കുറച്ചും മനസ്സിലായിട്ടും അറിയാത്തോണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഒരു വിശ്വാസി ഒരു അവിശ്വാസി ഇഷ്ടപ്പെട്ടു, കോളേജിൽ പോയി ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. ശരിയോ തെറ്റോ? അടിസ്ഥാനപരമായ തെറ്റാണ്. അടിസ്ഥാനപരമായ തെറ്റാ. പിന്നെ കെട്ടി, പിന്നെ രക്ഷിക്കപ്പെട്ടു, അത് രക്ഷയായി എന്ന് വിചാരിക്കുന്നവരുണ്ടോ? ബേസിക് പ്രമാണം തെറ്റിയിട്ട് എന്നിട്ട് അത് ദൈവഹിതമായിരുന്നു പറയരുത്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിന് വിരോധമായിട്ടാണ് എന്ത് ചെയ്തത് ആ തീരുമാനത്തിൽ. അത് ദൈവിക നടത്തിപ്പിന്റെ കാര്യമല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും സഭയിലൊരു തീരുമാനം എടുക്കും, വചനപ്രകാരം തീരുമാനം എടുത്തിട്ട് ദൈവിക നടത്തിപ്പാന്ന് പറഞ്ഞാൽ ദൈവിക നടത്തിപ്പല്ല. ദൈവിക നടത്തിപ്പ് എപ്പോഴും വചനത്തിന്റെ വെളിച്ചത്തിലാകണം. നിന്റെ വചനം കാലിന് ദീപമാണ്, അത് പാതയ്ക്ക് പ്രകാശമാണ്. ആ പ്രകാശത്തിലൂടെ നടക്കണം. ഇല്ല എങ്കിൽ ദൈവവചനത്തിന്റെ പ്രകാശത്തിൽ നടക്കാത്ത ഒരുവൻ എന്തിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അന്ധകാരത്തിൽ നടക്കുന്നു.
ഒത്തിരി കാര്യമുണ്ട്. ഈ പത്രോസിൻ ലേഖനം 1:19 വായിച്ചു. 2 പത്രോസ് 1:10 വളരെ പെട്ടെന്ന് വായിച്ചു. ഈ വചനത്തിന്റെ വെളിച്ചം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ വെളിച്ചത്തിന് എപ്പോഴാണ് പ്രസക്തിയുള്ളത്? വായിച്ചു, പെട്ടെന്ന് വായിച്ചു മോനെ ആരല്ലോ. 2 പത്രോസ് 1:19. പ്രവാചക വാക്യം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ. ഈ വെളിച്ചത്തിന്റെ പ്രസക്തി എപ്പോഴാണെന്നറിയോ? ഇരുളുള്ളപ്പോൾ. ഇരുളില്ലെങ്കിൽ പ്രകാശത്തിന് എന്തില്ല? പ്രസക്തിയില്ല. ഞാൻ വലിയൊരു ആശയം നിങ്ങളോട് പറയാം. ബൈബിളിലത്തെ കാര്യമാണ്. ഈ ലോകത്ത് നോക്കി അന്ധകാര, ശരിയല്ലേ? നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ട തല മരയ്ക്കും അല്ലേ? എന്തൊക്കെ പരിപാടികളാണ് ലോക കൊച്ചു കേരളത്തിൽ നിന്ന് നടക്കുന്ന പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യം നടക്കുന്നത്. സ്വന്തം അപ്പൻ കുഞ്ഞിനെ ബലാത്കാരം ചെയ്യുക, പെറ്റ കൊച്ചിനെ എടുത്ത് കടലെറിയുക, ബൈക്കിൽ പോയിട്ട് ചില്ലറ ചോദിച്ചതിന് ഞങ്ങളുടെ കട്ടപ്പന അടുത്ത് അടിയുണ്ടായി, പൊറോട്ട വെച്ചിട്ട് 2 രൂപ ബാലൻസ് കൊടുക്കാതെ തന്നെ അടിയുണ്ടാക്കുക, കുത്തിക്കൊല്ലുക, ഭയങ്കര സംഭവങ്ങളാണ്. പീക്കിലായി എന്ന് പറഞ്ഞാൽ ലോകം അതിൻ്റെ അന്ധകാരത്തിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വിശ്വാസിക്ക്, വചനം വായിക്കുന്ന ഒരാൾക്ക് ഇത് അന്ധകാരമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ അന്ധകാരത്തിൻ്റെ നടുവിൽ ഇതൊരു പ്രകാശമാണ്. കാരണം ഇത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ എന്താണ് സംഭവിക്കേണ്ടുന്നതാണ്. ലോകം ബെറ്ററായിട്ട് വരികയല്ല, ലോകം നാശത്തിലേക്കും പാപത്തിലേക്കും അന്ധകാരത്തിന്റെ കുറ്റാക്കൂരിലേക്കും പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശുദ്ധൻ ദൈവവചനം വായിക്കുമ്പോൾ അവൻ അന്ധകാരമല്ല ഉണ്ടാകുന്നത്, ഈ അന്ധകാര നിബിഡമായ ലോകത്തിൽ പ്രകാശം കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവർ പാനിക്കല്ല, മറിച്ച് അവർ പ്രത്യാശ നിർഭരരാകുകയാണ്. കാരണം അവിടെ ആത്മനാഥന്റെ വരവടുത്തിരിക്കുന്നു എന്നുള്ളതും പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്നുള്ള വസ്തുത അവർക്ക് തിരിച്ചറിയുമ്പോൾ അന്ധകാരം വ്യാപരിക്കുമ്പോൾ പ്രകാശത്തിന്റെ പ്രസക്തി കൂടി വരികയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ദീപമാണ്. മറ്റൊരു കാര്യം, ദൈവത്തിന്റെ വചനം എന്താണ്? കണ്ണാടിയാണ്. ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തവനായാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട്. ഇന്ന് കണ്ണാടി നോക്കാതെ വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഞാനും നോക്കിയിട്ടാ വന്നു കേട്ടോ. ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഈ മുടിയൊക്കെ മര്യാദക്കാണോ ഇരിക്കുന്നത് എന്ന് ചീക്കി റെഡിയാക്കിയിട്ടൊക്കെ വന്നു. നമ്മളൊക്കെ മുടിയുന്നു. അപ്പം മുടിയൊക്കെ കുറച്ച് പാറിയായിരുന്നെങ്കിലോ നമ്മളൊന്ന് റെഡിയാക്കിയിട്ടാണ് വന്നത്. അത് ബോധമുണ്ട്. ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. ഇത് നോക്കുമ്പോൾ എന്നാ കാണും? എനിക്കിഷ്ടപ്പെട്ടില്ലല്ലോ, ഞാനിങ്ങനെയാ. നിന്റെ സ്വാഭാവിക മുഖത്തെ ഇത് കാണിക്കും. ദൈവത്തിനെ കേൾക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് ഇത് കാണിക്കും. സൗകര്യമാർക്ക് മുഖത്ത് വല്ല ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇട്ടെന്തെങ്കിലും ചെയ്തു, മുടിയൊക്കെ ഇരുന്നു. നമ്മൾ ആരേലും അത് ശരിയാക്കാതെ വന്നിട്ടുണ്ടോ? ശരിയാക്കിയിട്ടാണ് വന്നത്. ദൈവവചനം കാണുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് തിരുത്തുന്നത് പോലെ നമ്മുടെ തെറ്റുകൾ എന്ത് ചെയ്യണം? അത് തിരുത്താത്തവനാണെങ്കിൽ അവൻ എന്തോ കുഴപ്പമുണ്ട്. പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാതിരിക്കുന്നവനായാൽ അവന് സ്വാഭാവികം മുടി അങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഷേവ് ചെയ്തിട്ട് പകുതി ഇവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ പോകുന്നവന് സമം. അങ്ങനെ ആരും ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഇത് കണ്ണാടിയാണ്, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു നമ്മളെ കാണിക്കുന്നു. 8, ഇത് വിത്താണ്. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. പിന്നെ കർത്താവ് ഉപമ പറഞ്ഞു, വിതയ്ക്കുന്നവനെ കുറിച്ച് പറഞ്ഞു. ആ വിത്ത് പല പ്രതലങ്ങളിൽ വീണു, അത് നല്ല സ്ഥലത്ത് വീണത് 100 മേനി വിളവ് തന്നു. അതൊക്കെ നമുക്കറിയാം. ചേർത്ത് വായിച്ച് ചിന്തിക്കുക. ദൈവത്തിന്റെ വചനം വിത്താണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിത്ത് വിതയ്ക്കണം. ദൈവത്തിന്റെ വചനം വിത്താണ്. ഈ വിത്തിനാലാണ് നമ്മൾ വീണ്ടും ജന്മം ഉണ്ടാകുന്നത്. അതൊരു പുതുജീവൻ നൽകുന്നതാണ്. 9, ദൈവത്തിന്റെ വചനം പ്രതികാരത്തിന്റെ വില്ലാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-9 വാക്യം. നിന്റെ വില്ല് മുറ്റും അനാവൃതമായിരിക്കുന്നു, വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണയോട് കൂടെ ഇരിക്കുന്നു. പശ്ചാത്തലം ശ്രദ്ധേയമാണ്. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ചുറ്റുപാടും കാണുന്ന അനാത്മികതയും അതുപോലെ തന്നെ
ഒത്തിരി വിധമായ അനാത്മിക പ്രവണതകളെല്ലാം കണ്ട് വ്യാകുലപ്പെടുന്ന പ്രവാചകൻ ദൈവത്തിന്റെ അടുത്തൽ ഒന്ന് ചോദിക്കുക, ദൈവമേ, നീ അതിക്രമങ്ങളും അക്രമങ്ങളും കണ്ടിട്ട് എന്താണ് മൗനമായിരിക്കുന്ന ചോദ്യം ചോദിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പ്രവാചകൻ കൊത്തളത്തിൽ കയറുന്നപ്പോൾ സ്വർഗത്തിൽ ദൈവം തനിക്ക് ഉത്തരങ്ങൾ നൽകുകയാണ്. അതെല്ലാം കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, പ്രവാചക, നീ പേടിക്കണ്ട, ഇപ്പോൾ ഞാൻ ബാബിലോണിനെ ഉപയോഗിച്ച് യഹൂദയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും ബാബിലോണിയരെ ഞാൻ ന്യായവിധിക്ക് വേണ്ടി അമ്പിന്റെ മുനയ്ക്ക് എത്തിയിരിക്കുകയാണ്. ബാബിലോണിയരും പരാജയപ്പെടും. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അധപ്പതനം ഉണ്ടാകാൻ പോവുകയാണ്. ബാബിലോണിന് ശേഷം മേദ്യപാർശ്വ സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. അതുകൊണ്ട് എൻ്റെ വചനം ന്യായവിധിയാണ്. അത് ഏത് ഉന്നതനാണെങ്കിലും ഞാനത് ചെയ്യും എന്നുള്ള പശ്ചാത്തലമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ 3-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയാണ്, അത്യവിഷം തളിർക്കുകയില്ല, ഗോശാലയിൽ കണ്ണുകാല് ശേഷിക്കുകയില്ല. അതെല്ലാം പറഞ്ഞു വന്നിട്ട് പറയാണ്, എങ്കിലും ഞാൻ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇതിന്റെ പശ്ചാത്തലം ഒത്തിരി വ്യാഖ്യാനിച്ച് പറയേണ്ടുന്നതാണ്. പ്രവാചകൻ ന്യായവിധിയെ കണ്ട് അവിശ്വാസികൾ ഉപയോഗിച്ച് വിശ്വാസിയെ ന്യായം വിധിക്കുന്നതിന് ചോദ്യം ഉണ്ടായപ്പോൾ ചോദിച്ചതിന് ഉത്തരമാണ് ഈ ഭേദഭാഗം. പ്രതികാരത്തിന് ന്യായവിധി പ്രായോഗികമായി ഇവിടെ വിശ്വാസികൾ പീഡിക്കപ്പെടുകയാണ്. സത്യത്തിന് യാതൊരു വിലയുമില്ലാതെ വന്നിരിക്കുന്നു. സത്യം പറയുന്നവനെ കൊന്നൊടുക്കുന്ന കാലം. നമ്മൾ ഒരുപക്ഷെങ്കിൽ ചോദിക്കും, നീതിമാനായൊരു ദൈവമുണ്ടെങ്കിൽ എന്താ നിശബ്ദമായിരിക്കുന്നു? ദൈവം പറയുകയാണ്, നീതിമാനായൊരു ദൈവമുണ്ട്. നീതിമാനായ ദൈവം നീതി ലോകത്ത് നടപ്പാക്കും. അവിശ്വാസികൾക്ക് പാപത്തെ പെരുകുവാൻ അവസരം കൊടുത്തുവെങ്കിലും അവിടെ മേൽ ദൈവത്തിന് ന്യായവിധി വരുവാൻ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നുള്ള വസ്തുത നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രവാചകനോട് പറയാണ്, നീതിമാൻ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ ജീവിക്കണം. 10, ദൈവത്തിന്റെ വചനം ആഹാരമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും കൂടി വരുന്ന സകല വചനം കൊണ്ടും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. മത്തായി 4:4. ജീവൻ നിലനിൽക്കുവാൻ അനിവാര്യമാണ് ആഹാരം. എത്ര നേരം നമ്മൾ കഴിച്ചു? അല്ല, ആത്മീയാഹാരമല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ചായ, ബെഡ് കോഫി, ചായ, പിന്നീട് ലഞ്ച്, പോരുന്നതിന് മുമ്പ് ഒരു സ്നാക്സും ചായയും, ഇത് കഴിഞ്ഞ് ഡിന്നർ, അല്ലേ? ഇന്ന് ആത്മീയ ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചാൽ ബൈബിൾ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് കഴിച്ചു. രാവിലെ വന്നു, വയനം കേട്ടു, വൈകിട്ട് കഴിച്ചു, പോയി. ഇനി ഇത് കഴിഞ്ഞോ? ഈ ഫുഡ്, ഈ ആഹാരം കൊണ്ടൊന്ന് അടച്ചു വെക്കും. അടുത്ത ഞായറാഴ്ച പൊടിയും തട്ടി എഴുന്നേറ്റ് കൊണ്ട് ഇത് ആഹാരം ക്രമീകൃതമായിട്ട് ഭക്ഷിക്കണം. അനുദിനം ഭക്ഷിക്കണം. നിന്റെ വചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവവചനം ഭക്ഷിക്കുവാനിടയാകണം. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവവചനം പഠിച്ച് ദൈവിക ആഹാരം കഴിച്ച് ആത്മീകമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമുക്കിടയാകണം. ദൈവവചനം ഭക്ഷിക്കാത്ത ഒരുവൻ, ആഹാരം ഭക്ഷിക്കാത്ത ഒരുവൻ ആത്മീകമായ ആരോഗ്യവാനായിരിക്കില്ല. അവൻ ബലഹീന വിശ്വാസിയായി തന്നെ തുടരും. 11, ദൈവത്തിന്റെ വചനം പാലാണ്. ഇപ്പോൾ ജനശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് പാല, ഒറിജിനൽ പാല കടിക്കേണ്ട. പടത്തിൽ കണ്ടതേ ഞാൻ പറഞ്ഞത്, മായമില്ലാത്ത പാൽ. പിന്നെ കാലം അറിയപ്പോൾ ഒരു പ്രായോഗിക പാഠം പറയാം. നമ്മളൊക്കെ, ഞാനൊക്കെ ഇഷ്ടം പോലെ മുലപ്പാൽ കുടിച്ച ആൾക്കാരാണ്. ഇപ്പോഴത്തെ കാലത്ത് മടിയ എന്നതിനാ മുലപ്പാൽ കൊടുക്കാൻ. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവറും ഇല്ലാതെ വന്നിരിക്കുക. ഇതുപോലെ തന്നെയാണ് ഇന്ന് വിശ്വാസികൾക്ക് ദൈവവചനമാകുന്ന ഒറിജിനൽ പാല് കുടിക്കേണ്ട താല്പര്യമില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന, യൂട്യൂബിലൊക്കെ കിട്ടുന്ന ചില ഡ്യൂപ്ലിക്കേറ്റ് പാലുകൾ കുടിച്ച് ദഹനക്കേടും പ്രശ്നമായിട്ട് കഴിയുന്നുണ്ട്. അത്ര മാത്രമേ അതേക്കുറിച്ച് പറയുള്ളൂ. ദൈവവചനം സ്വയമായി കണ്ടെത്തണം, പഠിക്കണം, വായിക്കണം, ആരോഗ്യവാന്മാരായിട്ട് തീരണം. അതുണ്ടെങ്കിൽ മാത്രമേ വളരുവാൻ സാധ്യമാകുകയുള്ളൂ. 12-ാമത്തെ കാര്യം, കട്ടിയായ ആഹാരം. എബ്രായ ലേഖനം 5:11-14 വരെ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠം തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇസ് എ ഹാർഡ് ഫുഡ്. ഇത് കട്ടിയായ ആഹാരമാണ്. ഇതും പശ്ചാത്തലത്തിൽ വിവരിക്കേണ്ടുന്നതാണ്.
എബ്രായ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. 1-ാം അധ്യായത്തിൽ പ്രവാചകന്മാരെക്കാൾ, 2-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ, 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ, 4-ാം അധ്യായത്തിൽ അഹരോനേക്കാൾ കർത്താവായ യേശുക്രിസ്തു വലിയവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു വിഷയം പറഞ്ഞു തുടങ്ങിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് എന്ന് പറഞ്ഞു വന്നിട്ട് പൗലോസ് ഒരു സടം ബ്രേക്കിട്ടിട്ട് പറയാണ്, ഇതിനെക്കുറിച്ച് എനിക്ക് പല കാര്യം നിങ്ങളോട് പറയാനുണ്ടെങ്കിലും നിങ്ങൾ മാന്യമുള്ളവരാണ്. യു ആർ ഡൾ ടു ഹിയർ ഗോഡ്സ് വേർഡ്. ഇതേക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയേണ്ട കാലമായി. കാലം നോക്കിയാൽ നിങ്ങൾ ആരായിരിക്കേണ്ടവരാണ്? ഉപദേഷ്ടാക്കന്മാരാക്കി. എന്ന സെക്കൻഡ് ജനറേഷൻ ഓഫ് ജൂവിഷ് ബിലീവേഴ്സ് ആണ്. 2-ാം കാലഘട്ടത്തിലുണ്ടായ വിശ്വസ്തന്മാരാ. ഇവർ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. പക്ഷെ ഇപ്പോഴും ഇവരെന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം മനസ്സിലായോ? എനിക്കിപ്പോൾ നല്ല ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ട് ചുമയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഇപ്പം കുടിക്കുന്നില്ല, എങ്കിലും വെള്ളം കുടിച്ചാൽ നിങ്ങൾ വഴക്കൊന്നും പറയത്തില്ല. മുമ്പേ വെറുതെ ചോദിച്ചു വെള്ളം വേണോന്ന് ചോദിച്ചു. ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നിങ്ങളൊന്നും പറയത്തില്ല. ഇങ്ങനെ വിചാരിക്കുക, ഞാൻ ആ കുപ്പിക്കകത്ത് ഒരു നിപ്പിള് കുപ്പി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ചപ്പി കുടിച്ചാലോ? ചേട്ടാ, ഈ പുള്ളിക്ക് എന്തോ തകരാറുണ്ട് കേട്ടോ. ഇതുവരെ ഈ പുള്ളി നോർമലായിരുന്നു. ചേട്ടാ, 52 വയസ്സുള്ള കളവൻ കുപ്പിപ്പാൽ കുടിക്കുന്നു പറയല്ലേ. ഇതൊരു ഉദാഹരണമാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസികളെ കാണുന്നത് ഇങ്ങനെയാണ്. എന്നാ പറയാ, കുപ്പിപ്പാലും ചുണഞ്ഞുകൊണ്ടിരിക്കുക. മൽക്കീസദേക്കോ, ആര്? വെളിപ്പാട്, ആത്മപ്രകാശനം, അല്ലേ? എടാ, കാലം നോക്കി ഉപദേഷ്ടാക്കന്മാരാകേണ്ട ആൾക്കാരെ ഇപ്പോഴും ഞൊണഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ബാലപാഠങ്ങൾ, രക്ഷ, സ്നാനം, അപ്പം മുറി, പ്രാർത്ഥന. ഇതിനപ്പുറത്ത് വേറൊരു മുറിയുമില്ല, ഒരറിവുമില്ല. മനസ്സിലായി? ശരിക്കും നമ്മളെക്കുറിച്ച് അത് പറയുന്നത്. കാലം നോക്കി എത്ര നാളെ രക്ഷിക്കപ്പെട്ടിട്ട്? വചനത്തിൽ വളർന്നോ? വല്ലോ അറിവും ഉണ്ടോ വചനത്തെക്കുറിച്ച്? ബാലപാഠങ്ങളല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലരമേ നമ്മൾ പണ്ട് ഈ കഥയൊക്കെ പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ. കാര്യമായ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ, ആ പുള്ളി എന്തോ പറഞ്ഞത്, ആരാ? പുള്ളിയുടെ കുഴപ്പമല്ല, കേട്ടവനെ ഗ്രഹിക്കാനുള്ള കഴിവില്ല. വെളിപ്പാട് പുസ്തകത്തിലെ വല്ലോ കാര്യങ്ങളും പറഞ്ഞാൽ വെളിവുകേടാന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിനെ മനസ്സിലാക്കി പ്രാപ്തി അനുസരിച്ചൊക്കെ പറയണത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, കട്ടിയായ ആഹാരങ്ങൾ ഭക്ഷിക്കുവാൻ പ്രായമാകുമ്പോൾ കട്ടിയായ ആഹാരങ്ങൾ ഭക്ഷിക്കണം. ഇവിടെ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികൾക്ക് മൽക്കീസദേക്ക് ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവരെ വിമർശനാത്മകമായി പറയുന്ന ഒരു വേദഭാഗത്താണ് പറയുന്നത്, നിങ്ങൾ കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഹനമായ ഉപദേശ വിഷയങ്ങൾ ഇപ്പോഴും അറിയില്ലാതെ ഇരിക്കുന്ന വിശുദ്ധന്മാർ. ഞാൻ നിങ്ങളൊരു സത്യം കൂടെ പറയട്ടെ. രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ ബ്രദറുകാർ ഇപ്പോൾ ഉണ്ട്. അതിശയമൊന്നുമല്ല, ഉള്ള കാര്യം. പണ്ട് വേറെ കൂട്ടരാ ഇതൊക്കെ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടോ? അത് സ്നാനപ്പെട്ടതാ. അതെങ്ങനെയാണ്? അത് ഞാൻ സ്നാനപ്പെട്ട രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ, നമ്മളിപ്പോൾ അങ്ങനെ ആയി തുടങ്ങിയച്ചാ. ഇവിടെയല്ല, പല സ്ഥലങ്ങളിലും അങ്ങനായി നമ്മുടെ ആൾക്കാരും. കാരണം ഇതിന് വചന പഠനം ഇല്ലല്ലോ. പിന്നെ സ്നാനപ്പെടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ പിണങ്ങരുതേ, അപ്രിയ സത്യങ്ങളാണ്. ഒരു യൂത്ത് മീറ്റിങ്ങിന് പോയി, പറഞ്ഞിട്ട് സ്ഥലമൊന്നും പറയത്തില്ല. ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. സ്നാനപ്പെട്ടത് കർത്തൃമേശ പങ്കെടുക്കുന്ന ഞാൻ അവിടെ വിശ്വാസിയും രക്ഷയെന്നുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു, സുവിശേഷമൊക്കെ പറഞ്ഞു. ആ കഴിഞ്ഞ പറഞ്ഞു, അങ്ങളെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ സ്നാനപ്പെട്ടതല്ലേ? സ്നാനപ്പെട്ടത് അതെങ്ങനെയാണ്? കൺവെൻഷൻ വന്നപ്പോൾ ഞങ്ങളുടെ സഭ ഒരു 3-4 പേര് സ്നാനപ്പെടാൻ പറഞ്ഞു. അപ്പനും അമ്മയും പിടിച്ചു, എടാ നിനക്ക് പ്രായമായി, നീ സാക്ഷ്യം പറയാൻ പറഞ്ഞു. നിനക്ക് കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും. ഇവനും പോയി എന്ത് ചെയ്തു? ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് അവന് സ്നാനപ്പെട്ടു വന്നല്ല. പിന്നെ സുവിശേഷം പറയാം, അന്ന് അവന് ആത്മാവിൻ്റെ ഇതുണ്ടായിട്ട് രക്ഷിക്കപ്പെട്ടു. ഏതൊക്കെയാലും നന്നായി. വേറൊരു സ്ഥലത്ത് ആളുണ്ട്, അതൊന്നും പറയാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവർ, നമ്മൾ തല്ലി പഠിപ്പിക്കരുത്. പിള്ളേരെ നമ്മൾ ഉപകാരമല്ലത്, ഉപദ്രവമാണ്. ഇനിയും ഇത് കേട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു ധാരാളം എവിടെ പോകും? നരകത്തിൽ പോകും. നമ്മുടെ സഭകളിൽ ഞാൻ പറഞ്ഞല്ലോ, വചന പഠനത്തിൻ്റെ രക്ഷാനിർണയം, ഈ കാര്യങ്ങളൊക്കെ വളരെ കാലികമായി നമ്മുടെ പ്രാദേശിക സ്ഥലങ്ങൾ പഠിപ്പിക്കേണ്ട അനിവാര്യമായിരിക്കും വിഷയമാണ് കാട്ടിയായ ആഹാരം. പിന്നെ 13, ഇത് ഹിമവും മഴയുമാണ്. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യും, അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും അതുപോലെ തന്നെ തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. ദൈവത്തിൻ്റെ വചനം അത് ഹിമമായും
അത് മഴയായും അത് വളമായും മറ്റുള്ളവർക്ക് വളർച്ച നൽകുന്നതുമായി തീരുന്നതാണ് ദൈവത്തിന്റെ വചനം. 14-ാമത്തെ ആശയം, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. അവ 119-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, അവ പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും. ഇരിക്കുന്ന കാണുമ്പോഴേ അറിയാം എന്നതാ തേനും തേൻകട്ടയും. ഈ തേൻ കുടിക്കുമ്പോൾ, തേൻ കുടിച്ചിട്ടുണ്ട് ഒറിജിനൽ സാധനം. ഞങ്ങളൊക്കെ കൊച്ചിലെ റാട്ടെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞു കുടിക്കും. ഇതൊക്കെ പിള്ളേരുടെ നാവിൽ വരുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? എന്നതാ അറിയാത്ത പോലെ ഇരിക്കും. തേന് നമ്മളൊരു പിള്ളേരുടെ നാവിൽ ഒരു നല്ല തേൻ കട്ടയെടുത്ത് ഇട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അവരുടെ കണ്ണും മുഖവും എല്ലാം അങ്ങ് വികസിക്കും, അല്ലേ? എക്സൈറ്റഡ് ആയിരിക്കും. ഈ ദൈവവചനം തേനും തേൻകട്ടയും പോലെ നമ്മൾ എക്സൈറ്റഡ് ആകും. അതാ ഞാൻ പറഞ്ഞ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അറിയാം ഇത് തേനാണോ പാവയ്ക്കാ നീര് കുടിക്കുന്ന പോലെ ഇത് എപ്പോൾ തീരുവോ. സമയം അതുണ്ടാക്കായി തേനാ പറഞ്ഞിരുന്നാൽ മതി, ഞങ്ങൾക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായെന്ന് നിങ്ങളല്ലേ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഇത് ദൈവവചനത്തിന് മുമ്പാകിരുന്നത് മാധുര്യമുള്ളതാ. ഇത് കേട്ടായിരുന്നു ഉറങ്ങത്തില്ല. ദൈവവചനം കേട്ടായിരുന്നു ഉറങ്ങത്തില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. നിങ്ങളിതിൻ്റെ ആസ്വാദ്യത മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉറങ്ങത്തില്ല. ചിലർ വായിച്ചാൽ ഉറങ്ങും, ഇത് ഉറങ്ങത്തില്ല. എല്ലാ ദിവസവും അല്ല, ചില ദിവസം ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കും. രാവിലെ ഭാര്യ കാപ്പിയായിട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ഉറക്കത്തില്ല. ഇതിൻ്റെ ആസ്വാദ്യത അനുഭവിച്ചറിഞ്ഞവർക്കറിയാം. ഇത് വചന ഉറക്കുകൂടിയല്ല കേട്ടോ, വചന ഉറക്കുകൂടിയല്ല. ഇത് തേനിലും തേൻകട്ടയിലും നമുക്ക് ആസ്വാദ്യമുണ്ടാക്കുന്നതും നമ്മളെ മയക്കത്തിലേക്കും വിടാത്തതുമായ മാധുര്യമുള്ള വചനമാണ്. ആ വചനം ആസ്വദിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ആസ്വദിച്ച ഭക്തന്മാരുണ്ട്. അവർ പാട്ടുകൾ പാടി, അവർ ദൈവവചനം പ്രഘോഷിച്ചു. ആ മാധുര്യത്തോടുകൂടെയാണ് അവരെല്ലാം ചെയ്തത്. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിന്നെ പൊന്നിലും വളരെ തങ്കത്തിലും. പൊന്നിനൊക്കെ എന്താ വില, അല്ലേ? ഏതൊക്കെയായാലും സഹോദരന്മാരുടെ ഈ കണി നമുക്കില്ലാത്തത് കൊണ്ട് ഭാഗ്യം. രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പെൺപിള്ളേരെ എങ്ങനെ കെട്ടിച്ചു വിടണ വിവരം അറിയാം ഒക്കെ. ഇനി അത് തമാശ പറഞ്ഞാൽ ഇത് ഭയങ്കര വിലയുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എത്രയേ ഉള്ളൂ, ഇറ്റ്സ് സംതിങ് വാല്യുബിൾ. ലോകത്തിലൊരു രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക ഘടന നിർണ്ണയിക്കുന്ന എന്താണ് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി ഗൗരവം കൊടുക്കാറുണ്ട്. ഈ വചനം മാധുര്യമുള്ളതെന്ന് മാത്രമല്ല, ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്. നമ്മൾ ഞാനതാ ചോദിക്കുന്നത്, നമ്മൾ ഈ വചനത്തിന് എത്ര ഗൗരവം കാണിക്കാറുണ്ട്? നമ്മൾ തന്നെ നമ്മുടെ തലമുറയോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്നാണെന്നറിയാവോ? ഞായറാഴ്ച നിങ്ങളോട് പണങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഉണ്ടാകുന്ന അറിയാൻ. ഞായറാഴ്ച സൺഡേ സ്കൂളിലൂടെ ട്യൂഷന് പറഞ്ഞു വിടും. സൺഡേ സ്കൂളിന് വിടത്തില്ല, ആരാധനയ്ക്ക് വിടത്തില്ല, ബൈബിൾ ക്ലാസ്സിന് വിടത്തില്ല. ഇവിടെ നിന്ന് പഠിച്ചോ എന്ന് പറയും. നമ്മൾ പിള്ളേരോട് എന്നാ പറയുന്നത്? ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നിന്റെ സെക്കുലർ പഠനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, ബൈബിള് സെക്കൻഡറി ആണെന്ന് പിള്ളേരോട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞില്ല, ദാറ്റ് ഈസ് എ മെസ്സേജ്. പിന്നെ ഈ പിള്ളേർ വചനം കേട്ട വല്ലോ അംഗീകരിക്കും. അപ്പനും അമ്മ എടാ മോനെ വാടാ, ഇത് പ്രധാനപ്പെട്ട കാര്യമാടാന്ന് പഠിപ്പിക്കണം, നമ്മുടെ ജീവിതത്തോടെ കാണിച്ചു കൊടുക്കണം. അവർക്കത് ഗൗരവമുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കും ഇത് മറ്റു മതഗ്രന്ഥങ്ങൾ പോലെ ഇത് നമ്മുടെ വീടുകളിൽ പൊടി പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ തലമുറകൾ ഇത് വായിക്കാത്തതിൻ്റെ കാരണം, ഇതിന് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാരണം, നമ്മൾ അതിന് വില കൊടുത്ത് കാണിച്ചിട്ടില്ല. നമ്മുടെ വണ്ടിക്കൊക്കെ തൂത്തുടച്ച് ഇടാനായിട്ട് എന്ത് ധൃതിയല്ലേ? 10 ലക്ഷം രൂപയുടെ കാറ് അല്ല 20, എത്ര രൂപ? ഈ ബൈബിളോ ഇന്ന് കൊണ്ട് വെച്ചാൽ ഇനിയും പൊക്കം നടത്ത ഞായറാഴ്ചയാണ്. ഇത്ര വിലപ്പെട്ടതാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ഹാൻഡിൽ ചെയ്യും, സൂക്ഷിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനം ഏറ്റവും വിലപ്പെട്ടതാണ്. ഇനിയും 3-ാമത്തെ ആശയം, ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവവചനത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് ഗോഡ്സ് വേർഡ്. യെശയ്യാപ്രവചനം 55:10-11 വരെയുള്ള വാക്യം, ദൈവവചനത്തിന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. എന്തൊക്കെ ശക്തിയാണ്? ഒന്ന്, ഇത് രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. കിടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന് രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, പ്രസംഗങ്ങൾക്കോ
പ്രസംഗ പാഠവങ്ങൾക്കോ ആൾക്കാർക്കോ ഇത് മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ദൈവവചനത്തിന് മാത്രമേ മനുഷ്യ രക്ഷിക്കുവാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിന് മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. 2, പാപത്തെ ജയിക്കുവാനുള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. സങ്കീർത്തനം 119:11 വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ. അപ്പൊ പാപത്തെ ജയിക്കുവാനുള്ള ശക്തി എന്തിനുണ്ട്? പാപത്തെ ജയിക്കണമെങ്കിൽ, സാത്താന്യ പോർക്കളത്തിൽ അവനോട് പോരാടി ജയിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകണം. വചനത്തിന് പാപത്തെ ജയിക്കുവാനുള്ള ശക്തിയുണ്ട്. 3, ആത്മീക വളർച്ച നൽകുവാനുള്ള ശക്തിയുണ്ട്. 2 പത്രോസ് 2:2, ഇപ്പോൾ ജന ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന പായമില്ലാത്ത പാൽ കുടിക്കുക. ഇത് വളർത്തുവാനുള്ള ശക്തിയുണ്ട്. ആത്മീക വളർച്ചയ്ക്കുള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. 4, ഹൃദയത്തിന്റെ വിചാരങ്ങളെ വെളിപ്പെടുത്തുവാനുള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. എബ്രായ ലേഖനം 4:10, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായി തലയുള്ള ഏത് വാതിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും ഇതിനുശേഷം തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും എന്ന് പറഞ്ഞ എന്നാ വചനമൊക്കെ കേൾക്കുമ്പോഴേ, ഏട്ടാ ഈ പുള്ളി ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, പക്ഷെ എന്നോട് തന്നെയാണല്ലോ ഇത് പറയുന്നത്, ഈ പുള്ളി എൻ്റെ രഹസ്യം മനസ്സിലാക്കി പറഞ്ഞത് തോന്നിയിട്ടില്ലേ? ദൈവവചനത്തിന്റെ ശക്തിയാണ്. ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ സ്വയം വെളിപ്പെടുത്തി തരും, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. ഈ പ്രസംഗന എനിക്ക് നിങ്ങളുടെ എന്നാ പോകുന്നതെന്നോ, ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഉള്ളിലൂടെ എന്നാ പോകുന്നത് നിങ്ങൾക്കറിയത്തില്ല. ഈ വചനം വായിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? തുളച്ചു കയറും. നമ്മുടെ ചിന്ത ഇതെല്ലാം വിവേചിച്ച് തരുന്ന ഉള്ള ശക്തി ദൈവവചനത്തിനുണ്ട്. പിന്നെ ഈ വചനം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കും. നമ്മുടെ ദൈവവചന പഠനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അവിടുത്തെ ദിവ്യമായ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ്. അപ്പൊ ദൈവവചനം പഠിക്കുന്നതിലൂടെ കർത്താവിനെ പോലെ നമുക്ക് ആകുവാൻ പറ്റിയില്ല, നിത്യത്തിലേ പറ്റുകയുള്ളൂ. എന്നാൽ കുറേശ്ശെയായി ഓരോ ദിവസങ്ങളിലും അവിടുത്തെ സ്വഭാവം കൂടുതൽ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. 4-മത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ദൈവവചനത്തിന്റെ ഉദ്ദേശം, ദ പർപ്പസസ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചനം എന്തിനാ നൽകിയിരിക്കുന്നത്? 1-മത്തെ ഉദ്ദേശം, വിശദീകരണം അധികമില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം, അവസാനിപ്പിക്കണം. ദൈവവചനത്തിന്റെ ഉദ്ദേശം ശരിയും തെറ്റും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. 2 തീമോഥെയോസ് 2:14 അവസാന ഭാഗത്ത്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്നത് എന്താണ്? ഒരു രാജ്യത്തിൽ ഒരാൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്നത് എന്താ? ഒരു രാജ്യത്തിലെ കാര്യമാണ്. ആ രാജ്യത്തിലെ ഭരണഘടന നിയമമാണ്. പല നിയമങ്ങളും എന്തല്ല? വചനത്തിന് അനുകൂലമല്ല. പ്രമാദമായൊരു കാര്യം ഒരാൾ തറപ്പിച്ച് പറയുന്നു, ഞാൻ ലോകത്തിന്റെ നിയമപ്രകാരം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശരിയല്ലേ? അതങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ വചനപ്രകാരമാണെങ്കിൽ, അതൊരു വിശ്വാസിയാണെങ്കിൽ അതെന്താണ്? എന്തുകൊണ്ടാ തെറ്റ്? നമ്മളുടെ ശരിയും തെറ്റും നിർണയിക്കുന്നത് ലോകത്തിന്റെ നിയമമല്ല. ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ ശരിയും തെറ്റും നിർണയിക്കുന്നത് ഭരണഘടനയല്ല. നമ്മുടെ ശരിയും തെറ്റും നിർണയിക്കുന്നത് ലോകത്തിന്റെ നിയമങ്ങളല്ല. ഒരു വിശ്വാസിയുടെ ശരിയും തെറ്റും നിർണയിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിലെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലോ, നമുക്കതരുത്. ലോകത്തിലെ മറ്റു സഭക്കാരെ ചെയ്യുന്നല്ലോ, നമുക്കതരുത്. കാരണം നമ്മുടെ പ്രമാണം എന്താണ്? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്ത എന്താണ്? നിയമം ബൈബിളാണ്. അപ്പോൾ വചനമാണ് ശരിയും തെറ്റും നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണിച്ച് നൽകുന്നത്. ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ട് ലോകത്തിലൊക്കെ പോകുമ്പോൾ വിശുദ്ധന്മാർ, വിശ്വാസികൾ, ചെറുപ്പക്കാർ, അങ്ങനെയൊക്കെ ഇതൊക്കെ നോർമലാണല്ലോ. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാവോ? നോർമലൈസിങ് ദ സിൻ. പാപത്തെ എന്ത് ചെയ്യുന്നറിയാവോ? നോർമലൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുകയല്ല, സാധാരണവൽക്കരിക്കുക. ഇതൊക്കെ സാധാരണമാണ്. ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാകുന്നത്, ഒന്നിച്ച് പോകുന്നു, ഒന്നിച്ച് പാർക്കുന്നു, ലിവിങ് ടുഗദർ, ഇതെന്താണ്? സാധാരണമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണം പറയുന്നുണ്ട്. അവർ തിന്നും കുടിച്ചും നോഹിയുടെ കാലം പോലെ. ഈ പാവം എല്ലെന്തായി വരുന്നു? ഇറ്റ് ബിക്കം വെരി കോമൺ. സാധാരണവൽക്കരിക്കപ്പെടും.
ആ സാധാരണവൽക്കരണം വിശ്വാസികളിലും ചിലപ്പം ബാധിക്കും, കുടുംബത്തിലും ബാധിക്കും, സഭയിലും വായിക്കും. എന്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, ശരിയും തെറ്റും നിർണയിക്കുന്ന പ്രമാണം വചനമാകാതെ വന്നാൽ ലോകം സാധാരണവൽക്കരിക്കപ്പെടുന്ന വിഷയം സഭയിലും സാധാരണവൽക്കരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. 2, ദൈവവചനത്തിൻ്റെ ഉദ്ദേശം നമ്മളെ നേരായ പാതയിൽ നടത്തുവാൻ വേണ്ടിയാണ്. to guide us in a proper right path. ശരിയായ പാതയിലൂടെ നമ്മളെ നയിക്കുവാൻ വേണ്ടിയാണ് ദൈവവചനം നൽകിയിരിക്കുന്നത്. സങ്കീർത്തനം 19 അത് ഉദ്ദേശമാണ്. ദൈവവചന ഉദ്ദേശം അതാ. നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, വഴിപിഴയ്ക്കാൻ സാധ്യതയുണ്ട്. ശരിയായ പാതയിലൂടെ കൊണ്ടുപോകുവാനാണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. 3, ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുവാൻ വേണ്ടിയാണ്. റോമാലേഖനം 15:4 എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന വചനത്തെക്കുറിച്ചാണ് ഒക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കും. അപ്പൊ ദൈവവചനം നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും പ്രത്യാശ നൽകുവാനും ഒക്കെയാണ് ഈ ദൈവവചനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് ഏറ്റവും മരണം, വേർപാട്, ദുഃഖമുണ്ടായി ആശങ്കയിലായിരിക്കുന്ന വിശ്വാസികൾക്ക് അവർക്കൊരു പുനരുത്ഥാനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയും, ഈ വചനങ്ങളെ കൊണ്ട് രോഗം, ദുഃഖം, പ്രയാസം, ഒറ്റപ്പെടുത്തൽ, ജീവിതത്തിന്റെ ഒത്തിരിയാകുന്ന പ്രയാസങ്ങൾ വിശുദ്ധന്മാർക്കുണ്ട്. പക്ഷെങ്കിൽ ഈ വചനം നമ്മൾ വായിച്ചാൽ നമുക്ക് എന്തുണ്ടാകുമെന്നറിയാമോ? ആശ്വാസമുണ്ടാകും. ലോകത്ത് ഒരു മനുഷ്യനെ നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. ഈ വചനങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന കാരണം എന്താണെന്നറിയാമോ? മരണ വീട്ടിൽ എല്ലാവരും പോകും. എത്ര നാളിരിക്കും? 2-3 ദിവസം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയില്ല. മോളെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പൊടിയും തട്ടിപ്പോകും. പിന്നെ ഈ സ്ത്രീ ഈ പുരുഷൻ ഏകാന്തതയിലൂടെ പോകും. ദൈവം പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് സമയമായില്ലേ, തീർത്താൻ പോവുക, ആശ്വസിപ്പിച്ചു കൊള്ളുക. പിന്നെ വേറൊരു കാര്യം, ഈ പരാജയത്തിന്റെ പരിണിത ഫലം അറിയിക്കാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 10:11-12 വാക്യങ്ങൾ. പശ്ചാത്തലം, യഹൂദന്മാർ ചെയ്ത പാപങ്ങൾ അതെന്താണ് എന്ന് പുതിയ നിയമത്തിൽ പൗലോസ് ഉദ്ധരിച്ച് പറയുക. എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി. ദാവീദിന്റെ പാപം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപത്തിൽ PhD എടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളുടെ ബൈബിളിന്റെ മാത്രം ഒരു ഗുണമാണ്, മനുഷ്യൻ ചെയ്ത തെറ്റും ശരിയും അതേപടി എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തും. നമ്മളുടെ തെറ്റുകൾ, വിശുദ്ധന്മാരുടെ പോലും തെറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പരാജയത്തിന് ഒരു പരിണതം. ഈ വേദഭാഗം വായിക്കുമ്പോൾ പാപം ചെയ്തു എന്ന വിശുദ്ധന്മാരെ ദൈവത്തിന്റെ ന്യായവിധി അതാത് സമയങ്ങൾ ഉണ്ടായി എന്നും അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാണ് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 5, പരീക്ഷയെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ദൈവവചനം നൽകിയിരിക്കുന്നത്. പരീക്ഷയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. 6, ദൈവിക ജ്ഞാനം നൽകുവാൻ വേണ്ടിയാണ്. ലൂക്കോസ് സുവിശേഷം 24:27 വാക്യത്തിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവരുടെ ബുദ്ധിയെ തുറന്നു. ദൈവവചനം പഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ബുദ്ധി തുറക്കപ്പെടും. അത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവവചനത്തെ ഗൗരവമായി പഠിക്കുന്ന ഒരുവൻ എവിടെയും മറിച്ചു നീക്കേണ്ടതായി വരത്തില്ല. ദൈവവചനം പഠിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിൽ, ഒരു കലാലയത്തിൽ, ഏത് ലോകത്തിൽ എവിടെ പോയാലും അവനെ മാറ്റി നിർത്തുവാൻ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. കാരണം അവന് പൊതുബോധമുണ്ട്, അവന് പൊതുജ്ഞാനമുണ്ട്, അവന് ശരിയും തെറ്റുകളെയും അറിയുവാനുള്ള ബോധ്യമുണ്ട്. ഇത് തിരിച്ചറിയാത്ത മാതാപിതാക്കൾ വചനത്തെ മക്കളിൽ നിന്ന് അകറ്റി നിർത്തും. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം പഠിച്ചു കഴിഞ്ഞാൽ അവൻ വചനത്തിൽ അറിവുള്ളവനാണെങ്കിൽ അവൻ സ്കൂളിൽ നമ്പർ 1 ആയിരിക്കും, അവൻ കോളേജിൽ അവൻ നമ്പർ 1 ആയിരിക്കും. അവൻ ചെല്ലുന്നിടത്ത് അവനെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. കാരണം അവൻ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏതാണ്ട് ധാരണ അവനുണ്ടാകും. ക്രമീകൃതമായി വചനം പഠിക്കുന്നവരും ഇത് ബുദ്ധിയെ തുറക്കും. ഇവിടെ കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണെങ്കിലും പൊതുവായി വചനം പഠിച്ചു കഴിഞ്ഞാൽ അവരൊരു പൊതുധാരണ, ജനറൽ നോളജ് അവന് കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. 7-ാമത്തെ കാര്യം, ഇത് നൽകിയ ഉദ്ദേശം നമ്മളെ ശുശ്രൂഷകൾക്ക് വേണ്ടി സജ്ജരാക്കുവാനും പ്രാപ്തരാക്കുവാനും. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക. സകല സൽപ്രവൃത്തികൾക്കും നമ്മളെ ശുശ്രൂഷയിൽ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ. നമുക്ക് ഈ പ്രാപ്തി ഉണ്ടാകുന്നത് കഴിവുകൊണ്ട് മാത്രമല്ല. ഒരുവന്റെ പ്രാപ്തി അവൻ ആ വചനം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും ആ വചനം എങ്ങനെ പ്രായോഗികമാക്കുന്നു എന്നുള്ളതുമാണ് അവന്റെ പ്രാപ്തിയുടെ അടിസ്ഥാനം. വാചാലതയും പ്രസംഗപാഠവും മാത്രമല്ല.
ഉണ്ട്. കഴിവെന്ന് കൃപാവരത്തിന് സ്ഥാനമുണ്ട്. കൃപാവരം ദൈവം നൽകുന്ന ആ കൃപാവരം ഒരുവൻ പ്രസംഗിക്കുമ്പോൾ അവന്റെ പ്രാപ്തി എന്ന് പറഞ്ഞ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ അയോഗ്യനായി തീരാതിരിക്കാൻ, ഡിസ്ക്വാളിഫൈഡ് ആയി തീരാതിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അത് എന്തിന്റെ പ്രമാണത്തിന്? വചനത്തിന്റെ പ്രമാണത്തിന്. ഇതൊന്നും കൂടെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനത്തിൽ എൻ്റെ പ്രായോഗിക ജീവിതമായിട്ട് പുലബന്ധമില്ല എങ്കിൽ ഈ ക്ലാസ്സിനും പ്രസംഗത്തിനും യാതൊരു പ്രസക്തിയും ഇല്ല തന്നെ. അതാണ് അതിൻ്റെ ആശയം. കൊള്ളരുതാത്തവനായി തീരാതിരിക്കുക. അപ്പോൾ ഇത് നമ്മളെയൊക്കെ കൊള്ളാകുന്നവനാക്കി തീർക്കുന്ന എന്താ? ഈ വചനം. നമ്മളാരും നല്ലവരല്ല. ഈ വചനം പഠിക്കുമ്പോൾ കുറവുകളുണ്ട്, പൂർണ്ണരല്ല. നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന വചനം ശക്തിയോടുകൂടായി തീരുകയും അത് ജനഹൃദയങ്ങളിൽ തറയ്ക്കുകയും അത് മനുഷ്യ രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അത് നമ്മളെ ശുശ്രൂഷകൾക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ് അവസാനിപ്പിക്കാം. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വചനം തന്നിരിക്കുന്നത്, ഇതിനൊക്കെയാണ്, ഇതിന് ഉദ്ദേശമുണ്ട്, ഇതിന് പല ഗുണഫലങ്ങളുണ്ട്, ഇത്ര ഗൗരവമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വാഷാളായിട്ടു ഞാൻ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മളിത് പഠിക്കണം. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാക്കാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര എന്ന് പറയുന്ന ശാസ്ത്രി 70 വർഷം ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. 1, 2, 3 ഘട്ടങ്ങളിലായി സെരുബാബേലിന്റെയും എസ്രായുടെയും നെഹമ്യാവിന്റെ കാലത്തിൽ മടങ്ങി വന്നു. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് എസ്രാ ശാസ്ത്രി അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹമാണ് ആദ്യമായി വ്യാഖ്യാനിക്കേണ്ടി വന്നത്. കാരണം ഭാഷാപരമായ വൈകല്യം. 70 വർഷം ബാബിലോണിൽ പോയി കഴിഞ്ഞപ്പോൾ എബ്രായ ഭാഷ മടന്നുപോയ ഈ ആൾക്കാർക്ക് വായിച്ചു കൊടുത്താൽ മനസ്സിലാകില്ല. അതുകൊണ്ട് എസ്രാ ശാസ്ത്രി അവർക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അരാമ്യ ഭാഷയിലേക്ക് എബ്രായ ബൈബിൾ വായിച്ച ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ഭാഷാപരമായ അന്തരം അകറ്റുവാൻ വേണ്ടി ആദ്യമായി ശ്രമിച്ച ആള് എന്നുള്ള നിലയിലാണ് എസ്രാ ശാസ്ത്രിയെ വ്യാഖ്യാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിൻ്റെ വിഷയം സഹോദരന്മാർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് വ്യാഖ്യാനം. ഇല്ലെങ്കിൽ ഈ വചനം എന്ത് ചെയ്യണം? പഠിക്കണം. ഇവിടെ പരിശോധിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്കിന്റെ അർത്ഥം ഹി മെയ്ഡ് റിസർച്ച്. വചനത്തിൽ അവൻ എന്ത് ചെയ്തു? ഗവേഷണം നടത്തിയെന്ന്. നമ്മൾ വചനത്തിൽ എന്ത് നടത്തണം? ഗവേഷണം നടത്തണം. ചുമ്മാ വായിക്കുന്ന, കഞ്ഞി കിട്ടാൻ വേണ്ടി പണ്ടൊക്കെ ഞങ്ങൾ വായിക്കുന്നവർ വായിച്ചു പോകാനല്ല, സീരിയസ് സ്റ്റഡി ഓഫ് ഗോഡ്സ് വേർഡ്. നമ്മൾ ഗവേഷണം നടത്തണം. ഇത്രയൊക്കെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഗവേഷണം നടത്തണം, കാര്യങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ഉത്തരവാദിത്തം. 2, അത് പരിശോധിപ്പാനും അനുസരിച്ച് നടപ്പാനും. 2, നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, പ്രായോഗികമാക്കണം. സയൻസ്, ഹിസ്റ്ററി, മാത്സ് ഇതൊക്കെ പഠിച്ചിട്ട് പ്രായോഗികമാക്കിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ബൈബിൾ ഇത് പഠിക്കുവാനുള്ള ഗ്രന്ഥം മാത്രമല്ല, ഇത് പ്രായോഗികമാക്കുവാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വചനം പഠിക്കുക, അത് പ്രായോഗികമാക്കുക. 3, അതേ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നടക്കുവാനും ഇസ്രായേലിൽ ഇതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഈ 3 ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ്സിനെ അവസാനിപ്പിക്കുകയാണ്. ബൈബിളിൻ്റെ പഠനം പൂർത്തീകരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതാണ്ട് ഒരു രൂപരേഖ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ കേട്ട ഒരാൾക്കെങ്കിലും ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ ഞാൻ പഠിക്കും, ഇത് ഞാൻ പ്രായോഗിക ജീവിതത്തിൽ ആക്കും, സ്വാർത്ഥരായി ഇത് നമ്മളിൽ തന്നെ വെക്കാതെ നമ്മൾ കണ്ടുമുട്ടുന്നവരോടും വിശ്വാസികൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോമൺ ഗ്രൂപ്പിലാവണം. ഒരു വ്യക്തിയോട് പഠിപ്പിച്ചാൽ, 2 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ മതി, ഭാര്യയെ പഠിപ്പിച്ചാൽ മതി, 2 യുവാക്കളെ പഠിപ്പിച്ചാൽ, അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണ്. നമ്മളിത് പഠിക്കുവാൻ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ പഠിപ്പിക്കുവാൻ ഇടയാകണം. ഈ നാടുകളിൽ അത് അനിവാര്യമാണ്. അപ്പോസ്തലന്മാരൊക്കെ ചെയ്ത് ആ ഡിസൈപ്പിൾഷിപ്പ് ഭാഗമായിട്ട് അങ്ങനെയാണ്. വലിയ ഗ്രൂപ്പുകളെ അല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ സജ്ജമാക്കി. ഇവിടെ ഇരിക്കുന്ന ചില യുവാക്കളൊക്കെ ക്രമീകൃതമായ പഠനം നടത്തുന്നു. നിങ്ങളത് നിർത്തിക്കളയരുത്, കണ്ടിന്യൂ ചെയ്യുക. കുറേ ആൾക്കാരെ കൂടെ ആഡ് ചെയ്യുക, അത് പഠിക്കുക, ക്രമീകൃതമായ വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് ദൈവവചനത്തിൻ്റെ ദീപശിഖ കൈമാറുവാനും തലമുറകളിലേക്ക് ഈ വചനത്തിൻ്റെ വെളിച്ചം കൈമാറ്റം ചെയ്യുവാനും ഈ വചനം ഇരുളുകൂടി വരുമ്പോൾ ഈ വചനത്തിന് വെളിച്ചം നടക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന്
ആത്മാർത്ഥത്തോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അനുവദിച്ച് നൽകിയ സമയത്തിനും അധികമെടുത്ത സമയത്തിനും ക്ഷമ പറഞ്ഞുകൊണ്ടും നിങ്ങൾ സഹിച്ചിരുന്നതിന് നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വിഷയം പൂർത്തീകരിച്ചു എന്ന അവകാശവാദം എനിക്കില്ല, പൂർത്തീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു രൂപരേഖ മാത്രം കിട്ടി. ഇതൊരു ഡീറ്റെയിൽ പഠനത്തിന് നിങ്ങൾക്ക് മുഖാന്തരമാകട്ടെ. എല്ലാവർക്കും ഒരിക്കലും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വിരാമം കുറിക്കുന്നു. അവിടുത്തെ വലിയ നാമം